നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏതോ സ്ത്രീയാണ്. അവർ വരാഹി മന്ത്രം അങ്ങ് ജപിച്ചാൽ മതി, ഇപ്പോൾ എല്ലാ ശത്രുദോഷങ്ങളും തീരും എന്ന് പറയുന്നു. എന്തൊരു മണ്ടത്തരവും മടയത്തരവുമാണ് ഈ പറയുന്നത്. ഈ സാധാരണ ആൾക്കാർ അവർക്ക് ശത്രുദോഷം തീർക്കാനോ കാര്യനേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇതെടുത്ത് ജപിച്ചാലുണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് ഈ ജ്യോതിഷ പണ്ഡിതയ്ക്ക് വല്ല ജ്ഞാനമുണ്ടോ? ഇത്തരത്തിലുള്ള ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കണ എന്തിനാണ്? വരാഹി ജപിക്കണമെങ്കിൽ പൂർവ്വജന്മാർജിതമായിട്ടുള്ള അവസ്ഥ, അതിനുള്ള യോഗമുണ്ടോ തിരിച്ചറിയണം. മഹായോഗങ്ങളുള്ളവർക്ക്, മഹാജ്ഞാനികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ വരാഹി. അവർ പറയുന്നത് കേട്ടപ്പോൾ ആ ജ്യോതിഷ പാണ്ഡിത്യമുള്ള സ്ത്രീയാണെന്നാണ് പറഞ്ഞു. ഒരു ഇൻ്റർവ്യൂസൊക്കെ കണ്ടു. അവർ പറയുകയാണ്, നിങ്ങൾ വരാഹി ജപിച്ചോളൂ, നിങ്ങൾ വരാഹി ഇത്ര തവണ ജപിച്ചാൽ നിങ്ങൾക്ക് ഇന്ന പരിഹാരം ഉണ്ടാകുന്നു. ദൈവത്തെ ഓർത്ത് ജനങ്ങളുടെ ആരോഗ്യം ഇല്ലാതാക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അവർക്ക് മനസ്സമാധാനവും ശാന്തിയും ഇല്ലാതാക്കുന്ന ഇത്തരം കാര്യങ്ങൾ മഹാജ്ഞാനികളായിട്ട് കയറിയിരുന്നുകൊണ്ട് വിളമ്പരുത്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ച ആളല്ല, പക്ഷേ പല വീഡിയോകളിലും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മന്ത്രം ഓം നമ ശിവായ നമുക്ക് ജയിക്കാമല്ലോ, നമശിവായ ജയിക്കാം, നാരായണ മന്ത്രം ജപിക്കാം, ഗണപതി ജപിക്കാം. ഈ ഉഗ്രമൂർത്തികളുടെ മന്ത്രം ജപിച്ചോളാൻ പറഞ്ഞാൽ എത്ര പേരാണ് എന്നെ വിളിക്കുന്നത് ആരോഗ്യപരമായി? അത് വരാഹി ജപിക്കുവാണ് സ്വാമി, അല്ലെങ്കിൽ ഉഗ്രപ്രത്യങ്കര ജപിക്കുവാണ്, ധൂമാവതി ജപിക്കുവാണ്, ബഹളാമുഖി ജപിക്കുവാണ്. ആര് പറഞ്ഞിട്ടാണ്? വിഷ്ണുമായ പ്രതിഷ്ഠ ഉണ്ടാക്കി വീട്ടിൽ വെച്ചൊരു പെൺകുട്ടി ജപിച്ചു. നമുക്ക് ഓർമ്മയില്ല, ഇപ്പോൾ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. ഞാൻ ചോദിച്ചാൽ അവിടെ നിങ്ങൾ വല്ല ജപമുണ്ടോ? അപ്പോൾ വിഷ്ണുമായുടെ ഒരു പ്രതിഷ്ഠ തൃശ്ശൂർ ഭാഗത്തും കണ്ട് പോയപ്പം വിഷ്ണുമായ വാങ്ങിച്ച് അവിടെ കൊണ്ട് വെച്ചു, എന്നിട്ട് ജപിക്കുവാണ്. ഓർമ്മയില്ല. ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരണമെങ്കിൽ അതിനുള്ള യോഗം നോക്കണം. ആ യോഗം നോക്കിയിട്ട് അത് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ട് ഇവർ ഏതിലാണ് ജപിക്കേണ്ടത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ജപിക്കേണ്ടത്, ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവാനോ അല്ലെങ്കിൽ ഭൂമി സ്വന്തമാക്കാനോ ശത്രുവിനെ കൊല്ലാനോ ഒക്കെയാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് ഒരിക്കലും ഇത് ജപിക്കാൻ പാടില്ല. അതുകൊണ്ട് യോഗിനിമാരായിട്ടിരുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ വിളമ്പുന്നവർ ദൈവത്തെ ഓർത്തി പാവപ്പെട്ട ജനങ്ങളെ വഴിതെറ്റിക്കുന്ന മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇനി നിങ്ങൾക്കങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ വന്ന് വിളിക്കുന്നവരെ നിങ്ങളടുത്തേക്ക് വരുത്തി അവരുടെ പൂർവ്വജന്മം നോക്കി, പൂർവികരെ നോക്കി, അവർ വിവാഹിതയാണോ നോക്കി, അവർക്ക് സന്താനങ്ങളുണ്ടവരാണോ നോക്കി, എന്നിട്ട് അവർക്ക് യോഗമുണ്ടെങ്കിൽ. പിന്നെ ഈ ഉഗ്രമൂർത്തികളെ ജപിക്കുന്നവർ ദമ്പതിമാരൊക്കെ ആണെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ്. ധൃതുക്കളുള്ള പെണ്ണുങ്ങളെ അതിനേക്കാൾ ദോഷമാണ്. അത് കൗളത്തിലാണ് എങ്കിൽ പോലും ഇപ്പോൾ ദോഷകരമായ കലിയുഗത്തിൽ ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരു മീഡിയയിലൂടെ കയറിയെന്ന് ജപിച്ചോളാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന സാധാരണ ജനങ്ങളല്ലേ, എന്തൊരു അബദ്ധമാണ് ചെയ്യുന്നത്. ദൈവത്തോട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ്. ഒരു മന്ത്രങ്ങളും ബുക്കിൽ നിന്നെടുത്തോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നെടുത്തോ ജപിക്കുന്നതിന് ഞാൻ വ്യക്തിപരമായി എതിരാണ്. കാരണം അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. അതിന് പരിഹാരമില്ല. നമ്മളൊരു അവയവം അങ്ങ് പോവും. ദഹനഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാവും. എനിക്ക് പോലും ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനിതൊക്കെ ജപിച്ചുകൊണ്ടിരുന്ന കാലത്ത് എല്ലാം നിർത്തി താഴോട്ട് വന്ന് ആ ജപം പൂർണ്ണമായി അവസാനിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ എൻ്റെ പരിണിത ഫലം അനുഭവിച്ച ഒരാളെന്നുള്ളതിൽ ദൈവത്തെ ഓർത്ത് ഈ യൂട്യൂബിൽ നിങ്ങളിത് ജപിച്ചോളൂ, നിങ്ങൾക്കിപ്പോൾ ഇതാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ മാറി നിൽക്കുന്നതാണ് ജനങ്ങൾക്ക്, ഒരു തലമുറയ്ക്ക് ഉത്തമമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.